അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, പിന്നെ ആരാണ്? രണ്ടാമത്തെ ആള് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരി ഭരണം നടത്തുമ്പോ നാട്ടിലെല്ലാ ഭാഗത്തും നീതിയല്ലേ ഉണ്ടാവുക? അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവൻ എന്റെ എതിരാളിയാണ്. മൂന്നാമത്തെ ആള് ഗനിയുൻ മുതവാളിഉൻ, വിനയാനിതനായ പണക്കാരനാണ്. പണമുണ്ട് പക്ഷേ അഹങ്കാരമില്ല. വിനയാന്വിതനായ സമ്പന്നനാണ്. അവന്റെ പണം ഉപയോഗിച്ച് അവന്റെ കുടുംബത്തിലെ പാവങ്ങളെ ഓരോരുത്തരെയും നല്ല രൂപത്തിൽ അവൻ പോറ്റി വളർത്തുന്നു. അവന്റെ കുടുംബത്തിൽ തന്നെ അനാഥകളുണ്ട്, മിസ്കീന്മാരുണ്ട്, ദരിദ്രന്മാരുണ്ട്, വിധവകളുണ്ട്. അള്ളാഹു നൽകിയ പണത്തിൽ നിന്ന് ഒരു വകുപ്പ് അവർക്ക് കൊടുത്തിട്ട് സ്വന്തം കുടുംബത്തിന്റെ യശസ് കാത്തു സൂക്ഷിച്ച് വിനയത്തോടെ ജീവിക്കുന്ന സമ്പന്നൻ അവൻ ശൈത്താനിന്റെ എതിരാളിയാണ്. അള്ളാഹു നൽകിയ പണം കൊണ്ട് അവന് അഹങ്കാരമില്ല. ഏതെങ്കിലും ഭാഗത്തുള്ള ഹക്കായ മാർഗങ്ങൾ അവൻ തച്ച് തകർക്കുന്നില്ല. അവന്റെ സ്വാധീനം ഉപയോഗിച്ച് അനാവശ്യം നടപ്പിലാക്കുന്നില്ല. വിനയാന്വിതനായ സമ്പന്നൻ. നാലാമതായി പറയുന്നു താജിറുൻ സ്വാദിഖുൻ, സത്യവാനായ കച്ചവടക്കാരനാണ്. സത്യം പറയുന്ന കച്ചവടക്കാരൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ, അവന് വലിയ സ്ഥാനമുണ്ട്. കച്ചവടം ചെയ്യാനല്ലാതെ കച്ചവടത്തിനാണ് എന്ന് പറഞ്ഞ് പണം വാങ്ങി പറ്റിക്കുന്ന ആൾക്കാരെ പറ്റിയല്ല. അങ്ങനെ കുടുങ്ങി എത്രയോ സാധുക്കളുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഞാൻ അവർക്ക് അനുകൂലമായി ദ്വാരക്കാൻ വേണ്ടി പറയല്ല, കുടുങ്ങാതിരിക്കാൻ വേണ്ടി പറയാണ്. എന്തിനാണ് പണം ഇങ്ങനെ മോഹിച്ചിട്ട് 2 ലക്ഷം തന്നാലും മാസം മാസം ഇത്ര തരാം? കച്ചവടത്തിന്റെ ലാഭമാണെങ്കിൽ അത്ര കറക്റ്റ് എങ്ങനെ പറയാൻ പറ്റുന്നത്? കച്ചവടം കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ശതമാനം പറയാം, 3% 4% എന്നൊക്കെ പറയാം. എങ്ങനെ എല്ലാ മാസവും 2000 ലാഭം പറയാം? അങ്ങനെ കച്ചവടം ചെയ്തിട്ടില്ലേ പറയാം എല്ലാ മാസം അത്ര കറക്റ്റ് കിട്ടുമോ? ചില്ലറെങ്കിലും കുറച്ചുണ്ടാവില്ലേ? എല്ലാ മാസവും എങ്ങനെ 10,000 ലാഭം പറയാ? എല്ലാ മാസവും എങ്ങനെ 20,000 ലാഭം പറയാ? അങ്ങനെ ലാഭത്തിന് പറഞ്ഞ് പല ആൾക്കാരും 10 ലക്ഷം 20 ലക്ഷം 40 ലക്ഷം കൊടുത്ത് ഭാര്യന്റെ സ്വർണവും മഹർമാലയും ഉമ്മാന്റെതും ഉമ്മാമാന്റെ കാതിലുള്ള ചിറ്റടക്കം മുറിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ മാസം മാസം 10,000 കിട്ടി. 2-3 വർഷം കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങോട്ട് മൊബൈൽ പിന്നെ അവനവന്റെ അക്കൗണ്ടിലേക്കൊന്നും വരാതെ കണ്ടപ്പോ അന്വേഷണത്തിന് പോയപ്പോഴേക്ക് ആളെ കാണാനില്ല. ആള് ആസ്ട്രേലിയയിലെത്തി, അല്ലെങ്കിൽ ഇറ്റലിയിലെത്തി, അല്ലെങ്കിൽ ഫിജിയിലെത്തി. പെട്ടെന്നൊന്നും എത്താൻ പറ്റാത്ത വലിയ വലിയ ഏതോ പ്രദേശത്തിലെത്തി. ഇനി സ്ട്രോങ് ആയി ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഏകദേശം മരിച്ചു എന്ന് കാണുമ്പോൾ ആൾ ഇവിടെ തലപൊക്കും ചെയ്യും. സഹോദരങ്ങളെ, അത് പണ ബിസിനസ്സാണ്. പണം വാങ്ങിയിട്ട് ഇവിടുത്തെ വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കുക, അവിടുന്ന് വാങ്ങിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുക, ഇവിടുന്ന് വാങ്ങിയിട്ട് അങ്ങോട്ട് കൊടുക്കുക. പണത്തിന് പകരം പണം. അങ്ങനെ ഉണ്ടോ ഒരു കച്ചവടം? ഇസ്ലാം പഠിപ്പിച്ച ലാഭക്കൂറ് കച്ചവടമുണ്ട്. അതിന്റെ ശൈലി ഇതല്ല, രൂപവും ഇതല്ല, ഭാവവും ഇതല്ല. അതിൽ ഉടമസ്ഥനുണ്ട്, തൊഴിലാളിയുണ്ട്. ഉടമസ്ഥൻ തൊഴിലാളിക്ക് വിഹിതത്തിനനുസരിച്ച് കൂലി കൊടുക്കുന്നുണ്ട്, ലാഭത്തിൽ നിന്ന് ശതമാനവും കൊടുക്കുന്നുണ്ട്. അത് ഇസ്ലാം അനുവദിച്ചൊരു ലാഭക്കൂറ് കച്ചവടമുണ്ട്, ഖിറാലാണ്. അതിന്റെ ശൈലിയും രൂപവും ഭാവവും ഇങ്ങനെയല്ല. തെറ്റിദ്ധരിച്ചു പോയിട്ട് ലാഭം മോഹിച്ചിട്ട് ഏതെങ്കിലും ഒന്നിൽ കുടുങ്ങിയിട്ട് നമ്മൾ അവസാനം വഞ്ചിക്കപ്പെട്ടു പോകുന്ന ആളുകളാകരുത്. കച്ചവടക്കാര് സത്യസന്ധരായ കച്ചവടക്കാരാകണം. കട്ടെടുത്തിട്ട് കച്ചവടം ചെയ്യരുത്, കളവ് പറഞ്ഞിട്ട് കച്ചവടം ചെയ്യരുത്. സത്യസന്ധമായ രീതിയിൽ കച്ചവടം ചെയ്യണം. താജിറുൻ സ്വാദിഖുൻ, സത്യവാനായ കച്ചവടക്കാരൻ. കച്ചവടക്കാരൻ തോന്നും ചെലവാകണമെങ്കിൽ കുറച്ചൊക്കെ എങ്ങനെ പറയണമെന്ന്. അതന്നെ സഹോദരങ്ങളെ കദിബ് എന്ന് പറഞ്ഞത്, കളവ് എന്ന് പറഞ്ഞത് അതാണ്. കുറച്ചൊക്കെ ഉസ്താദെ പറയാതെ എങ്ങനെ സാധനം ചെലവാകുക? സത്യത്തിൽ കോഴിക്കോട്ട് ഒരു കമ്പനിയിൽ നിന്നുണ്ടാക്കിയതാണ്. അതിന്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നു, മെയ്ഡ് ഇൻ ചൈന. അതെങ്ങനെ സത്യമാകാനാണ്? നിർമ്മാണം ചൈനയിൽ നിന്നല്ല, കോഴിക്കോട്ട് നിന്നാണ്. ഇത് കോഴിക്കോട് നിന്നാ അതിന്റെ പുറത്ത് എഴുതേണ്ടത്, ചൈന എന്നല്ല എഴുതേണ്ടത്. ആ എഴുതിയത് തെറ്റാണ്. ഇത് മുന്തിയ രാഷ്ട്രങ്ങളുടെ പേര് പറഞ്ഞാലേ ചെലവാകൂ. അതിനങ്ങനെ എഴുതി ഒട്ടിക്കുന്നത് ശരിയാണോ? ശരിയല്ല. ബ്രാൻഡ് അല്ലാത്ത സാധനത്തിന് ഒന്ന് എഴുതി ഒട്ടിക്കുക, അത് ബ്രാൻഡ് സാധനാണ്. അങ്ങനെ സ്റ്റിക്കർ ഉണ്ടാക്കിയാൽ മതി. ആൾക്കാരോട് പറഞ്ഞാൽ മതി സ്റ്റിക്കർ തരാൻ. ഉസ്താദ് ബ്രാൻഡ് സാധന അല്ലെങ്കിൽ കമ്പനി സാധനമാണ്, അതിനൊരു സീല്. ഇവന്റെ കടയിൽ നിന്ന് രാത്രി ഷോപ്പോ കഴിഞ്ഞതിന് ശേഷം ഒറ്റ സീല്
പിറ്റേന്നാകുമ്പോഴേക്ക് ആ 100 രൂപന്റെ സാധനത്തിന് 450 രൂപ. എന്താ 450 രൂപ? ബ്രാൻഡാണ്. ബ്രാൻഡ് എന്ന് പറഞ്ഞതിന്റെ നോണല്ലേ? ബ്രാൻഡ് ഇവന്റെ ശീല. ബ്രാൻഡ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ബ്രാൻഡ് ഉണ്ട്. അത് എത്രയോ നുണ പറഞ്ഞ് കച്ചവടം ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഇബ്ലീസിന്റെ കൂട്ടാളികളാണ്. ഇബ്ലീസിന്റെ എതിരാളി സ്വാദിഖായ താജിർ, താജിറുൻ സ്വാദിഖുൻ, സത്യവാനായ കച്ചവടക്കാരൻ. ഒരു ചെറിയ ഒരു കളവ് പോലും അതിൽ പറയാൻ പാടില്ല. മറ്റുള്ള ആളുകളെ പറ്റിക്കുന്നൊരു സ്വഭാവം പോലും പാടില്ല. നല്ല കച്ചവടക്കാരനാണോ എന്ത് സ്ഥാനമുണ്ട്, എന്ത് ബർക്കത്തുണ്ട്. കിട്ടുന്ന കുറച്ചാണെങ്കിലും നല്ല ബർക്കത്തുണ്ടാവും അതിൽ. നല്ല ഖൈർ അല്ലാഹു തആല തരും. കാരണം കച്ചവടം എന്നുള്ളത് ചെറിയൊരു സംഗതിയല്ല. ഒരു നാട്ടിലൊരു കച്ചവടം എന്നുള്ളത് അതൊരു ഫർള് കിഫയുടെ പരിധിയിൽ വരും. ജനങ്ങൾക്കുള്ളൊരു സേവനം കൂടിയാണ്. അത് പച്ചക്കറി ആണെങ്കിലും മറ്റു സാധനങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ആളുകൾക്കൊരു ഖിദ്മ കൂടി ചെയ്യുന്നൊരു വിഷയം അതിലുണ്ട്. പക്ഷെ അത് സിദ്ഖ് കൂടെയാകണം. സത്യം അതാണ് കൂടെ ഉണ്ടാകേണ്ടത്. സത്യം പറയുന്ന കച്ചവടക്കാരനെ ശൈത്താന് കണ്ടുകൂടാ. എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് കളവ് പറയിപ്പിക്കും. പിന്നെ പറയുന്നു അടുത്ത എതിരാളി ആലിമുൻ മുസല്ലിൻ യതഖശഉ. അഞ്ചാമത്തെ എതിരാളി ഉമ്മത്തിൽ നിന്ന് ആലിമാണ്, നിസ്കരിക്കുന്ന ആലിമാണ്. യതഖശഉ, അവൻ ഭക്തനായ ആലിമാണ്. ഭക്തിയോടെ നിസ്കരിക്കാൻ കഴിയണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാ ഉസ്താദുമാരോടും എല്ലാ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഒക്കെ പറയട്ടെ, നിസ്കരിക്കുമ്പോ നമ്മളെ കൂടെ തന്നെ ഈ മൊബൈല് അത് സൈലന്റ് ആക്കിയോ വൈബ്രേഷനിലാക്കിയോ കൊണ്ട് നടക്കരുത്. അത് ഭക്തിയൊക്കെ ഒരു ഭാഗത്തൂടെ ചോർന്നു പോകും. കഴിവിന്റെ പരമാവധി ഭക്തി ഉണ്ടാകാൻ ഓഫാക്കണം എന്ന് എഴുതി വെക്കും. ആരും കേൾക്കാത്തൊരു വസിയത്താണത്. എല്ലാ പള്ളിയിലും മൊബൈൽ ഓഫാക്കുക. അപ്പൊ എന്താ ചെയ്യാറിയോ? അവരങ്ങനെ എഴുതി വെച്ചത് അത്രത്തോളം അനുസരിക്കാനാവൂല. കുറച്ചൊക്കെ ശൈത്താനും വേണ്ട നമ്മളനുസരിക്കുക. അതുകൊണ്ട് അത് സൈലന്റ് ആക്കി വെക്കും. ഇവന് നേരെ സുജൂദിന്റെ മുന്നിൽ മുറ്റത്തന്നെ, അതന്നെ ഒരു ഇടങ്ങേറാണ്. വെച്ചുകൊണ്ട് ലൈറ്റ് മിന്നുന്നു, ശബ്ദമൊന്നുമില്ല, കരകര ശബ്ദമൊന്നുമില്ല. ലൈറ്റ് മിന്നുമ്പോഴേക്ക് ഇവന്റെ മനസ്സ് സൂറത്തുൽ ഫാത്തിഹ നാവുകൊണ്ട് മനസ്സ് മുഴുവനും പടച്ചോനെ ആരാ. ഉച്ചക്ക് വിളിച്ചിരുന്ന ഒരാള്, അയാളാണെങ്കിൽ പോയിട്ടോ കുറച്ച് കാശ് തരാനുള്ള ആളെന്ന്, ഈ ഫോൺ എടുത്തില്ലെങ്കിൽ സംഗതി പോകും, ഇനി വിളിച്ച് തിരിച്ചു വിളിച്ച് കിട്ടിയില്ലെങ്കിലോ, അതങ്ങനെ പോയി. അത്തഹിയാത്തുൽ മുബാറക്കാത്ത് വരെ പോയി. എത്ര പെട്ടെന്ന് ആ ഖുശൂവോടുകൂടെ നിസ്കരിക്കുന്ന ഒരു ആലിം എന്ന് വെറുതെ പറഞ്ഞതല്ല. ആലിം അങ്ങനെ തന്നെ നിസ്കരിക്കണം. കാരണം ആലിം അതിന്റെ കറാഹത്തും സുന്നത്തും ഖിലാഫുലും ഒക്കെ പഠിച്ചാളാണ്. ഖുശൂവോടെ ഭക്തിപൂർവ്വം നിസ്കരിക്കുന്ന ആലിമിനെ ശൈത്താനും പേടിയാണ്. വെറുതെ അവൻ എതിരാളിയായി കണ്ടത്. ഭക്തിപൂർവ്വം നിസ്കരിക്കുന്ന ഒരാളെ, നിസ്കാരത്തിന്റെ വിഷയങ്ങളൊക്കെ അറിഞ്ഞ് നിസ്കരിക്കുന്ന ഒരാളെ ശൈത്താന് പേടിയാണ്. അവനെ പിന്തിരിപ്പിക്കാൻ തന്നെ ശൈത്താന് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഭക്തിപൂർവ്വം നിസ്കരിക്കണം, നല്ല അറിവോടെ നിസ്കരിക്കണം. അറിവോടെ നിസ്കരിക്കുന്ന ഭക്തിയോടെ നിസ്കരിക്കുന്ന ആളവന്റെ എതിരാളിയാണ്. ആറാമതായി പറഞ്ഞു മുഅ്മിനുൻ നാസിഹുൻ, നസീഹത്ത് നൽകുന്ന മുഅ്മിൻ, ഉപദേശിക്കുന്ന മുഅ്മിൻ. മറ്റുള്ളവർക്ക് ഉപദേശം പകരണം. നമ്മൾ ആരോടും ഒന്നും പറയാൻ പോകണ്ടെന്നാ പലരുടെയും സിദ്ധാന്തം. അത് ശരിയല്ല. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ ഒരു ബാധ്യത അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അതിന് പറ്റുന്ന ആളുകളാണോ മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണം. 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ആളാണോ നീ? കൃത്യമായും നിത്യമായും നിസ്കരിക്കുന്ന ആളാണോ? നിന്റെ ചുമതലയിലുള്ള മറ്റൊരു കാര്യമാണ് വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക്. നീ 5 വക്ത് കൃത്യമായി നിസ്കരിക്കണം. മറ്റുള്ളവർക്ക് നീ ഉത്ബോധനം കൊടുക്കണം. നിന്റെ വക ഏതെങ്കിലും ഒരു ഉപദേശം ആർക്കെങ്കിലും ഫലിച്ചാൽ അത് വലിയ ഉപകാരമല്ലേ? നസീഹത്ത് ചെയ്യുന്ന മുഅ്മിനെ പിശാചിന് എപ്പോഴും എതിരാണ്, എതിരാളിയാണവൻ. കാരണം ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ മറ്റാള് നന്നാകുന്നത്, ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ ആ കുടുംബം നന്നാകുന്നത്, ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ ഭാര്യ നന്നാകുന്നത്, ഇവന്റെ ഉപദേശം കൊണ്ടല്ലേ മക്കള് നന്നാകുന്നത്. നസീഹത്ത് കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം. ബാപ്പമാരും മക്കളും തമ്മിലുള്ള വലിയൊരു ആത്മബന്ധം അതാണ്, നസീഹത്തിന്റെ ബന്ധമാണ്. എപ്പോഴും അവരെ വിളിച്ച് ബുദ്ധിമുട്ടാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ കൽപ്പിക്കുക എന്നല്ല, സാരവത്തായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക.
ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മക്കൾ ജീവിതം പകർത്തി മുന്നോട്ട് കൊണ്ടുവരിക. ഓരോന്നും ഇടയ്ക്ക് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്ത് ജീവിതത്തിൽ അത് ഫലിപ്പിക്കുക. അത് നല്ല കാര്യമാണ്. പിശാചിന്റെ എതിരാ